വാർത്തകൾ വിശദമായി. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF 19ഉം LDF 4ഉം സീറ്റുകൾ നേടി. ഇതോടെ ജില്ലാ പഞ്ചായത്തും 3 നഗരസഭകളും UDF ഭരിക്കുമെന്ന് ഉറപ്പായി. പാലാ, കോട്ടയം, വൈക്കം നഗരസഭകളാണ് UDFന് ലഭിച്ചത്. 73 പഞ്ചായത്തിലും UDFനാണ് മുൻതൂക്കം. ഇതോടെ ഭൂരിപക്ഷവും UDFന്റെ ഭരണത്തിന് കീഴിലാവും. സംസ്ഥാനമൊട്ടാകെ ഇതുവരെ കാണാത്ത രീതിയിൽ വർഗീയ ശക്തികൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടതിന് തെളിവായി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വിലയിരുത്തപ്പെടുന്നു. SDPI പോലുള്ള തീവ്രവാദ കക്ഷികളുടെ അകമഴിഞ്ഞ പിന്തുണയും ഇത്തവണ വെളിവാക്കപ്പെട്ടു. പതിവ് പോലെ BJP സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ വോട്ടുകളും UDFനെ സഹായിക്കുമെന്ന നിലയിലെത്തി. 4 നഗരസഭയിലെ ഫലമാണ് ആദ്യം പുറത്തുവന്നത്. കോട്ടയം നഗരസഭാ ഭരണം UDF നിലനിർത്തി. 52 അംഗ നഗരസഭയിൽ UDF 27 സീറ്റ് നേടി. LDFന് 18 സീറ്റാണ് ലഭിച്ചത്. BJPക്ക് കോട്ടയം നഗരസഭയിൽ 3 സീറ്റാണ് ലഭിച്ചത്. കോട്ടയം നഗരസഭയോട് കൂട്ടിച്ചേർത്ത കുമാരനല്ലൂർ, നാട്ടകം പഞ്ചായത്തുകളിലെ BJP സ്വാധീന മേഖലകളിലെ സീറ്റുകളാണ് ലഭിച്ചത്. 3 UDF വിമതരും 1 സ്വതന്ത്രനും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു.